കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ നാം പരിശോധിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ജാതിക്ക് വലിയ രീതിയിൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ഒരു സമൂഹത്തിൽ ജാതി ചോദിക്കുന്ന ഒരു പരസ്യമായുള്ള ഒരു രീതിയിലേക്ക് തന്നെ രാഹുൽ ഗാന്ധി പോയി. അതിന്റെ ലക്ഷ്യം എന്താണ്? ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്നത് മഹാരാഷ്ട്ര സർക്കാർ ദളിതരുടെ 1800 കോടി രൂപയുടെ ഭൂമി മോഷ്ടിച്ചെന്ന് പറയുന്നു. ഈ സൈനികരുമായി ബന്ധപ്പെട്ട് ജാതി ചോദിക്കുന്നു. ഈ എന്തിന് സൗന്ദര്യ മത്സരവുമായി ബന്ധപ്പെട്ട് തന്നെ രാഹുൽ ഗാന്ധി ജാതി പറയുന്നതാണ്. ഒരു വിഭജനമാണോ രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം? തീർച്ചയായിട്ടും അങ്ങനെ കരുതേണ്ടി വരും. കാരണം ഇന്ത്യയിൽ കഴിഞ്ഞ 3 ടേമായിട്ട് കോൺഗ്രസ്സിന് ഭരണത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. കഴിഞ്ഞ ഇലക്ഷനിൽ 99 സീറ്റിലേക്ക് കോൺഗ്രസ്സിന് എത്താൻ കഴിഞ്ഞു. ആ 99 സീറ്റിൻ്റെ ഊർജ്ജമായിട്ടാണ് രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ച് നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് കൂടുതൽ അദ്ദേഹം സജീവമാക്കിയത് ഈ 2024 തെരഞ്ഞെടുപ്പിന് ശേഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, 2024 തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് അദ്ദേഹത്തിന്റെ ഒരു പരീക്ഷണശാലയായിരുന്നു. ആ പരീക്ഷണശാലയിൽ നിന്നും കിട്ടിയ ഒരു ഊർജ്ജമാണല്ലേ 99 സീറ്റ് എന്ന് പറയുന്നത്. ആ സീറ്റ് അദ്ദേഹത്തിനും കോൺഗ്രസിനും ആത്മവിശ്വാസമുണ്ട്. കാര്യം ഇദ്ദേഹത്തെ കഴിവില്ലാത്ത നേതാവ് കോൺഗ്രസിന് അധികാരത്തിൽ തിരിച്ചുകൊണ്ടുവരാൻ കഴിയില്ല എന്നൊക്കെയാണ് പൊതുവെ വിശ്വസിച്ചിരിക്കുന്ന ആളുകളെല്ലാവരും. അപ്പോൾ അവിടെ നിന്നും 40ഓളം സീറ്റുകൾ ഉയർത്തി 99 കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് രാഹുൽ ഗാന്ധിയുടെ കഴിവുകൊണ്ടാണ് എന്ന് കോൺഗ്രസ് പാടി നടന്നു ഇത്രയും കാലം. 2009 മൻമോഹൻ സിംഗിന് കിട്ടി 206 സീറ്റ്. 206 സീറ്റ്, അതെ, അത് ഒരു ചരിത്രം. പക്ഷേ രാഹുൽ ഗാന്ധി ജയിച്ചതുപോലെയാണല്ലോ അന്ന് ഈ അട്ടാസമൊക്കെ കാണിച്ച് നമ്മൾ കണ്ടാണല്ലോ. 99 സീറ്റ് കിട്ടിയാൽ എന്തൊക്കെ വേലകളാണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അത് വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ ഇൻകോമ്പീറ്റൻ്റ് ആണ് എന്ന് എനിക്ക് ഇപ്പോൾ വിശ്വാസം ഉണ്ടെന്നിരിക്കട്ടെ, എന്നെ കൊണ്ട് ഇതിനൊന്നും കഴിവില്ല എന്നിരിക്കും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കിയാൽ സ്വാഭാവികമായിട്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്യും. കാര്യം എനിക്ക് അനർഹമായി കിട്ടിയൊരു സാധനമാണ്. ആ അനർഹമായി കിട്ടിയാണ് 99 സീറ്റ് ഈ സൂത്രപ്പണിയൊക്കെ ചെയ്ത് ഒപ്പിച്ചൊരു സാധനമാണ്. കാര്യം അമിത്ഷായുടെ ഒരു ഡീഫേക്ക് വീഡിയോ ഒക്കെ ഇറക്കി റിസർവേഷൻ നിർത്താൻ പോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഉത്തർപ്രദേശിൽ കുറച്ച് സീറ്റ് അവർ പിടിച്ചെടുക്കുന്നത്. പിന്നെ മാത്രമല്ല എത്രയോ ലക്ഷം രൂപ സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപ എന്തോ വെച്ചിട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ചില വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടാണ് അവിടെ നിന്ന് കുറച്ച് സീറ്റ് ഇവർ പിടിച്ചത്. മറ്റൊരു സ്ഥലത്തൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ 99 സീറ്റിൻ്റെ ബലത്തിൽ രാഹുൽ ഗാന്ധി കരുതിയിരിക്കുന്നത് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അടുത്ത തവണ അധികാരത്തിലേക്ക് വരാം, പ്രധാനമന്ത്രി ആവാം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സ്വപ്നം അദ്ദേഹം വെച്ച് പുലർത്തുന്നു. അപ്പോൾ നോക്കിയപ്പോൾ എന്താ, ഇപ്പോൾ നരേന്ദ്രമോദി വന്നതിന് ശേഷം ആളുകളെല്ലാവരും, അതായത് ജാതി മതഭേദമില്ലാതെ എല്ലാ ജാതിയിൽപ്പെട്ടവരും നരേന്ദ്രമോദി അനുകൂലിക്കുന്നു. നല്ലവനാണെന്ന് പറയുന്നു, ഞങ്ങൾക്ക് സഹായം നൽകിയെന്ന് പറയുന്നു. ഇതൊക്കെ ആളുകൾ കിട്ടിയാലല്ലേ കിട്ടിയെന്ന് പറയത്തുള്ളൂ, സഹായിച്ചു എന്ന് പറയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നോക്കിയപ്പോൾ ഇനി ഒറ്റ മാർഗമെന്ന് പറയുന്നത് ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുക, വിഭജനം. പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തിരുന്ന ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു തന്ത്രമുണ്ടല്ലോ, അതിലേക്കാണ് രാഹുൽ ഗാന്ധി വരുന്നത്. അതിന് ഇന്ത്യയിൽ ഏറ്റവും നല്ല വളക്കൂറുള്ള സാധനം ജാതിയാണ്. കാരണം ഇത്രയും കാലമായിട്ടും നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ട് പോലും ജാതി ചിന്തയോ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവോ ഇതുവരെ ഇന്ത്യയിൽ തീർന്നിട്ടില്ല. ഇവൻ കേരളത്തിൽ പോലും ഉണ്ട്. നമ്മുടെ പ്രഭുത്വം ആവശ്യപ്പെടുന്ന കേരളത്തിൽ പോലും ഈ സംഭവമുണ്ട്. അപ്പോൾ ഇനി ഒരു 100 വർഷം കൂടി കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ ഇത് പൂർണ്ണമായിട്ട് മാറുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ജാതിക്കാടറെ കളിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഗുണം ചെയ്യും എന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള അതോടൊപ്പം തന്നെ ഈ ദളിതിന് വേണ്ടി സംസാരിക്കുമ്പോൾ അംബേദ്കറിനെ കോൺഗ്രസ് എത്രത്തോളം പരിഗണിച്ചു എന്നത് ഒരു ചോദ്യമാണല്ലോ. തീർച്ചയായിട്ടും അംബേദ്കറിനെ ഏറ്റവും കൂടുതൽ അവഹേളിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. പക്ഷെ അദ്ദേഹം ഇന്ന് ദളിതിന് വേണ്ടിയാണ്. ഇവിടെ തന്നെ മഹാരാഷ്ട്ര സർക്കാർ 1800 കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. അതായത് പിന്നെ ഇദ്ദേഹം എപ്പോഴും പാടുന്ന ഒരു പാട്ടാണല്ലോ അദാനി അംബാനി എന്ന് പറയുന്നത്. അദാനി അംബാനി എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിലെ വ്യവസായികളാണ്. അവർ ധാരാളം ആൾക്ക് തൊഴിൽ കൊടുക്കുന്നു. സ്വാഭാവികമായിട്ട് ഒരു തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന് സർക്കാർ ചിലപ്പോൾ ഇച്ചിരി വില കുറച്ച് മാർക്കറ്റ് വില കുറച്ച് ഭൂമി കൊടുക്കും. എല്ലാ സർക്കാരിലും കൊടുക്കും. എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത്? നമ്മുടെ നാട്ടിലൊരു വ്യവസായം വരട്ടെ, നമ്മുടെ നാട്ടിലെ 10 ചെറുപ്പക്കാർക്ക് ജോലി കിട്ടട്ടെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ റവന്യൂ ഉയരട്ടെ, ഈ ചിന്തയോടെയൊക്കെ ആയിരിക്കും വില കുറച്ച് കൊടുക്കുക. ഒരു പണിയില്ലാത്തവന് ഈ വില കുറച്ച് ഭൂമി കൊടുത്തിട്ട് വല്ല പറയാനുണ്ടോ? ഡെഡായിട്ടേ കിടക്കത്തുള്ളൂ. അപ്പോൾ അത് ഒരു തെറ്റെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അത് പിന്നെ സ്റ്റേറ്റ്സ്മെൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. വില കുറച്ച് ഭൂമി പ്രൊവൈഡ് കേരളവും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മാവൂർ ഗോളി റൈൻസും ഉണ്ടാകുമ്പോൾ അങ്ങനെ അവർ സഹായിച്ചിട്ടുണ്ട്. പിന്നീട് അവർ തന്നെയാണ് ആ കമ്പനി പൂട്ടിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി നോക്കിയപ്പോൾ മഹാരാഷ്ട്രയിൽ ഏറ്റവും പുതുതായിട്ടൊരു സംഭവം, കേരളത്തിൽ തന്നെ ഈ യൂസഫ് അലിയുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ ലുലു തന്നെ ഈ പറഞ്ഞതുപോലെ ചതുപ്പ് നിലമാണ്. അത് കൊടുക്കാൻ പാടില്ലാത്തതാണ്. നിയമപരമായിട്ട് അത് നിയമവിരുദ്ധമായിട്ട് സംഘടിപ്പിച്ച സ്ഥലമാണ്. അപ്പോൾ വേണ്ടപ്പെട്ടവർക്ക് കണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ആരും പ്രതികരിക്കാനും ഇല്ല. കാര്യം ഇരുകൂട്ടർക്ക് വേണ്ടപ്പെട്ടവരാണ്. UDF-നും LDF-നും വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊന്നും പറയത്തില്ല. അപ്പോൾ സെലക്റ്റീവായിട്ട് രാഹുൽ ഗാന്ധി ചില ആളുകളെ മാത്രം കണ്ടെത്തി അവരുമായിട്ട് ഇവർ ഗുജറാത്തികളാണെന്നുള്ള ഒരു പ്രശ്നം.
ഗുജറാത്തിൽ നിന്ന് ആര് രക്ഷപ്പെട്ടാലും കോൺഗ്രസിന് പിടിക്കില്ല. മനസ്സിലായില്ലേ? അവർക്ക് ആകെ മോദിയുടെ ആളെന്ന് എല്ലാം മോദിയുടെ ആളുകളാണെന്നാണ് അവരുടെ ഒരു വിശ്വാസം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞതുപോലെ അവർക്കെതിരെ സംസാരിക്കും. ഇപ്പോൾ അജിത് പവാറിനെതിരെ ഈ കാടളക്കുന്നതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മറ്റേ പാർട്ടിയിൽ നിന്ന് വിട്ട് NDA ജോയിൻ ചെയ്തു. അതായത് അദ്ദേഹം സ്വന്തം അളിയനെ കുറിച്ച് പറയുന്നില്ല, ഇതിന് സമാനമായി തന്നെ ഒരു കേസുണ്ട് അദ്ദേഹത്തിന്റെ. എത്രയോ കേസുണ്ട്. ഈ ഭൂമി കുംഭകോണം വാതിൽ നടത്തിയ പോലെ വേറെ നടത്തിയിട്ടുണ്ടോ? അതൊരിക്കലും പറയില്ല. അളിയന്റെ കേസ് പറയില്ല. നമ്മുടെ കുടുംബത്തിലുള്ളത് മറച്ചു വയ്ക്കുകയും അന്യന്റെ പ്രശ്നത്തെക്കുറിച്ച് പറയുകയും ചെയ്യുകയാണ് ഇത് രീതി. അപ്പോൾ ഇപ്പോൾ ദളിതരെ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കുക എന്നുള്ളതാണ്. അതിനാണ് എന്താ പറയുക, ഈ ജാതി സർവേ വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് നടന്നത്. ജാതി സർവേ നടത്തി കഴിഞ്ഞാൽ എല്ലാവരും പോയി ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യൂ. അങ്ങനത്തെ കരുതുന്നതിന് തെറ്റല്ലേ? ഓക്കെ, ജാതി സർവേ നമുക്ക് വേണം. ഓരോ എത്ര ജാതിക്കാരുണ്ട്, അവർക്ക് കിട്ടുന്ന സംവരണമൊക്കെ അവർക്ക് അർഹപ്പെട്ടാണോ, കൂടുതൽ ആരെ വാങ്ങുമെന്നൊക്കെ അറിയാൻ ജാതി സർവേ ആവശ്യം തന്നെയാണ്. അത് ഇപ്പോൾ NDA സർക്കാർ അത് ഇപ്പോൾ സെൻസസിൻ്റെ കൂടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോടെ അദ്ദേഹത്തിന് ആ ആവശ്യം പോയി. ജാതി സർവേ ഇനി പറയാൻ കഴിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ എടുത്തിട്ട് ഈ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ്. മഹാരാഷ്ട്രയെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, മഹാരാഷ്ട്ര എന്ന് പറയുന്നത് പഞ്ചസാര ഫാക്ടറികളുടെ കേന്ദ്രമാണ്. അവിടെ കരിമ്പ് കൃഷി, അവിടുത്തെ മില്ലുടമകൾ എന്ന് പറയുന്നത് ഭയങ്കര രാഷ്ട്രീയ പവറുള്ള ആളുകളാണ്. അത് ഏത് പാർട്ടി വന്നാലും അവരാണ് അവിടുത്തെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന ആളുകൾ. സ്വാഭാവികമായിട്ടും അജിത് പവാറിനവൻ പാർത്ഥ പവാറും ഈ കാറ്റഗറിയിൽപ്പെട്ട ആളാണ്. അപ്പോൾ മില്ലിന് അല്ലെങ്കിൽ പഞ്ചസാര ഫാക്ടറി സ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ചെറിയ വിലയ്ക്ക് ഭൂമി വാങ്ങിയിട്ടുണ്ടാവുക. ഇതെല്ലാവരും സംഭവം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അർഹതപ്പെട്ടതിനേക്കാളേറെ കൂടുതൽ ചുളുവിൽ ഇദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ആരോപണം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അങ്ങനെയുണ്ടോ? എനിക്ക് പ്രധാനമന്ത്രി ആകാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഈ നാട് തന്നെ അങ്ങ് നശിച്ചു പോകട്ടെ, കലാപം നടക്കട്ടെ എന്നൊരു ചിന്ത ഉണ്ടോ? അങ്ങനെയാണല്ലോ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് തന്നെ ദോഷകരമായി മാറുന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിന്റെ ഇപ്പോൾ വോട്ട് ചോരി ആരോപണമായാലും ഈ ദളിത് പ്രശ്നങ്ങളായാലും ഈ ജാതി പ്രശ്നങ്ങളെല്ലാം ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം ഒരു തിരിച്ചടിയിലേക്ക് പോവുകയാണെങ്കിൽ അല്ലേ, ഇത് ജനങ്ങൾ സ്വാധീനിക്കുകയാണെങ്കിൽ വലിയ കലാപത്തിലേക്കല്ല പോകും. തീർച്ചയായിട്ടും. അല്ല, അങ്ങനെ സ്വാധീനം ഉണ്ടാവില്ല, രാജ്യം കലാപത്തിലേക്കും പോവില്ല. അത് നമുക്ക് 100% ഉറപ്പാണ്. കാരണം ഇപ്പോഴത്തെ യുവതലമുറ അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, മുടിയനായ പുത്രൻ എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്. ഒരു കുടുംബം എത്ര നല്ല പുഷ്ടിപ്പെട്ടിരിക്കുന്ന കുടുംബമാണെങ്കിലും സമ്പത്തുണ്ടെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം തലേരും ജനിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കുടുംബം കുട്ടിച്ചോറാം. അതിൻ്റെ സമ്പത്ത് നശിപ്പിച്ച് ആളുകളെ തമ്മിലടിപ്പിച്ച്, അപ്പോൾ ഇയാളുടെ ലക്ഷ്യം അത് തന്നെയാണ്. കാരണം ഇത് കുട്ടിച്ചോറായി പോകണം. മാത്രമല്ല ഇയാളെ പെട്ടെന്ന് പുറത്തുള്ള ആൾ സ്വാധീനിക്കും. അയലൊക്കെ കാര്യം മറ്റേ മറിച്ചൊക്കെ ഈ മുടിയനായ പുത്രനെ സപ്പോർട്ട് ചെയ്തിട്ട് അവന് കഞ്ചും കള്ളവും വാങ്ങിച്ചു കൊടുത്ത് സ്വാധീനിച്ച് ആ കുടുംബത്തിനകത്ത് അന്തഃഛിദ്രമുണ്ടാക്കി ആ കുടുംബത്തിനെ എന്ത് ചെയ്യുക, നശിപ്പിക്കുക. ഇപ്പോൾ ഇദ്ദേഹവും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ കള്ളം കഞ്ചാവും ഈ പോലെ അങ്ങനെയുള്ള പ്രലോഭനങ്ങളും പണവും കൊടുക്കാനായിട്ട് വെളിയിൽ ആളുകളുണ്ട്. ജോർജ് സോറസിൻ്റെ പോലെ ആളുകളുണ്ട് ഇദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ ലുട്ടിയൻസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ കുറച്ച് മാധ്യമങ്ങളുണ്ട്, അർബൻ നക്സൽസിൻ്റെ കാറ്റഗറിപ്പെട്ടവർ. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇദ്ദേഹത്തെ എന്താണ് ഈ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾ പ്രധാനമന്ത്രി ആവും, ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള ഉപദേശങ്ങൾ കൊടുത്ത് അദ്ദേഹം അത് ശിരസാ വഹിച്ച് പ്രവർത്തിക്കുന്നുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ പറ്റുന്നത്. ഒരു സാധാരണ ഒരു ഐക്യമുള്ള കുട്ടി പോലും രാഹുൽ ഗാന്ധിയുടെ ഈ പ്രവൃത്തി അംഗീകരിക്കുന്നു. അല്ലെ, നമുക്ക് രാഹുൽ ഗാന്ധി അങ്ങനെ തള്ളിക്കളയാൻ കഴിയും. കാരണം ആ മാസങ്ങൾക്ക് മുൻപാണ് ലഡാക്കിൽ തന്നെ ഒരു ജൻസി കലാപം കണ്ടു, അതിൽ 4-5 പേർ മരണപ്പെടുന്നത് കണ്ടു. പിന്നീട് മണിപ്പൂരിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ആ സംഭവങ്ങൾ നടന്ന പശ്ചാത്തലത്തിൽ നമുക്ക് രാഹുൽ ഗാന്ധി അങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കില്ല, അദ്ദേഹത്തിന് യുവാക്കളെ സ്വാധീനിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതി തള്ളാൻ കഴിയുമോ? അല്ല, സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. കാരണം അല്ല, പക്ഷെ ഞാൻ സൂചിപ്പിച്ച രണ്ടും ജൻസി കലാപങ്ങളല്ല. അത് രണ്ടും അല്ല, ജൻസി കലാപമല്ല, സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടല്ലോ. മണിപ്പൂരിൽ വർഷങ്ങളായി നടന്നു വരുന്ന ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് അവിടെ നടന്നു വരുന്നത്. എത്രയോ വർഷം മുമ്പ് ഇദ്ദേഹത്തിന്റെ അമ്മൂമ്മയുടെ കാലം മുതൽ ആ സംഭവം നടക്കുന്നുണ്ട്. അന്നൊന്നും വലിയ പ്രാധാന്യം വാർത്തകളിലൊക്കെ വരാതിന്റെ കാരണം എന്തെന്നറിയുമോ? അവഗണിച്ചിട്ടിരുന്നൊരു പ്രദേശമായിരുന്നു. നോർത്ത് ഈസ്റ്റ് അവഗണിച്ചിട്ടിരുന്നൊരു പ്രദേശമായിരുന്നു. നരേന്ദ്രമോദി വന്നതിന് ശേഷം കോൺഗ്രസ് അവഗണിച്ച പ്രദേശങ്ങളെയൊക്കെ അദ്ദേഹം ചെയ്തു പ്രഥമ പരിഗണന കൊടുത്തു. നോർത്ത് ഈസ്റ്റിൽ വികസനം വരണം, അദ്ദേഹം ഒരുപാട് കാര്യങ്ങളോട് ചെയ്തു. അപ്പോൾ ദീർഘകാലമായിട്ട് കോൺഗ്രസിൻ്റെ കോട്ടയായിട്ട് ഒന്നും ചെയ്യില്ലെങ്കിലും കോൺഗ്രസിന് വോട്ട് കൊണ്ടിരുന്ന ഒരു പ്രദേശം മൊത്തം BJPയുടെ കയ്യിലായി, BJPയുടെ ഭരണത്തിന് കീഴിലായി. അതിലവർക്ക് വലിയ അസ്വസ്ഥതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ലുട്ടിയൻസ് മീഡിയയും അർബൻ നക്സൽസും ചേർന്നിട്ടാണ് ഈ മണിപ്പൂരിനെ ഇപ്പം വലിയൊരു വിഷയമായി കൊണ്ടുവരുന്നത്. ഇതിനു മുമ്പ് മണിപ്പൂരിൽ കലാപം നടന്നിട്ടില്ല. അന്നും കലാപം നടന്നിട്ടുണ്ട്. അന്ന് രാഹുൽ ഗാന്ധി ഉണ്ടായിട്ടാണോ കലാപം ഇത് ആഹ്വാനം ചെയ്യണം? ഒരിക്കലുമല്ല. ഇനി ലഡാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, ലഡാക്കിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ പ്രശ്നം എന്ന് ചോദിച്ചാൽ മനുഷ്യനെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഏജന്റാണ്. നമ്മൾ നേരത്തെ സൊറോസിൻ്റെ കേസ് പറഞ്ഞ ഏജന്റ് പെട്ട ആളാണ് അദ്ദേഹം അവിടെ നിരാഹാരം നടത്തി ലഡാക്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, ഉടൻ തന്നെ സംസ്ഥാനമാക്കണം എന്ന് പറഞ്ഞ് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ച് പലതവണ.
ഇദ്ദേഹം ചർച്ചയ്ക്ക് പോയില്ല. ഇദ്ദേഹം നിരാഹാരം കിടക്കുന്ന സ്ഥലത്ത് സർക്കാർ ചെല്ലണം ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ നടക്കുന്നതാണോ? ഗവൺമെൻറ് എന്ന് പറയുന്നൊരു മെഷീനറി അല്ലേ, അതിനെ അനുസരിക്കാനാണ് നമ്മൾ പഠിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ആഹ്വാനം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് സ്വാഭാവികമായി അവരുടെ പ്രാദേശികമായി ഉണ്ടായ ഒരു വികാരത്തിൻ്റെ ഭാഗത്തുണ്ടാണ്. അതിപ്പം പൂർണ്ണമായിട്ടും തീർന്നില്ലേ, പൂർണ്ണമായിട്ട് അടിച്ചമർത്തി അയാളകത്തായില്ലേ, ഇപ്പോഴും ജാമ്യം കിട്ടാതെ പുള്ളി ജയിലിൽ കിടക്കുകയാണല്ലോ. അപ്പോൾ നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് നിങ്ങൾക്ക് എന്തും രാജ്യത്ത് ചെയ്യാം. പക്ഷേ നിയമത്തിന് വിരുദ്ധമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ യുവ തലമുറ എന്ന് പറയുന്ന വിദ്യാഭ്യാസമുള്ളവരാണ്, വിവേകത്തോടെ ചിന്തിക്കാൻ അറിയുന്നവരാണ്. സ്വാഭാവികമായിട്ട് അവരിങ്ങനെ ഒരു പണ്ടത്തെ പോലെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ വാളും കുന്തം എടുത്തുകൊണ്ട് പോരിന് പോകുന്നവരെന്നല്ല ഇപ്പോഴത്തെ ജനങ്ങളെന്ന് പറയുന്നത്. ഇനി ഏതെങ്കിലും ഒരു വിഭാഗം, രാഹുൽ ഗാന്ധി രക്ഷിക്കുന്ന ഒരു വിഭാഗമുണ്ട്, ആ വിഭാഗത്തെയാണ് തെരുവിലിറക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിനെ ചെറുക്കാൻ മറ്റൊരു സമൂഹം ഇവിടെ ഉണ്ട്. കാരണം വികസനവും വിദ്യാഭ്യാസവും രാജ്യം വളർന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു സമൂഹം മറുഭാഗത്തുണ്ട്, അവരിതിനെ ചെറുക്കും. അതുകൊണ്ടാണ് ഇദ്ദേഹം ആരാണോ വെളിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത് അവർ വെളിയിറങ്ങാത്തതിൻ്റെ കാരണം അതാണ്. അവർ നല്ലൊരു അവസരത്തിന് വേണ്ടി ഒരുപക്ഷെ കാത്തിരിക്കുകയായിരിക്കും. അവരെപ്പോഴും വെളിയിറങ്ങും, അവർക്ക് അനുകൂലമായൊരു സാഹചര്യം വരുമ്പോൾ. ആ സാഹചര്യം ഉണ്ടാക്കാതിരിക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. എന്നിട്ട് ഇദ്ദേഹത്തെ ഫ്രീ ആയിട്ട് വിടുകയാണ്, നിങ്ങൾക്ക് ചെയ്യാനുള്ള സംഭവം ചെയ്തോ. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് രാഹുൽ ഗാന്ധിയുടെ പരാജയമാണ്. ഇദ്ദേഹം ഇങ്ങനെ നാടുനീളെ ഓടി കടന്ന് ഇങ്ങനെ ഈ കലാപത്തിൻ്റെ ആഹ്വാനം ചെയ്തിട്ടും ഒരാളും ഇത് അംഗീകരിക്കുന്നില്ല, ആരും വെളിയിലേക്ക് സംഭവം വരുന്നില്ല. ഇതിനെ അർഹിക്കുന്ന അവഞ്ഞോട് തള്ളിക്കളയുന്നു. ഈ ഒരു നിരാശയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതാണ് ഇത്തരത്തിലുള്ള വെള്ളും ആരോപണങ്ങൾ ഇങ്ങനെ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഏതെങ്കിലും ഒന്ന് വിജയിക്കണ്ടേ, ഏതെങ്കിലും ആയിരക്കണക്കിന് ആരോപണം ഒരെണ്ണമെങ്കിലും സത്യമാവണ്ടേ. ഫാക്ട് ചെക്ക് ഇദ്ദേഹം നടത്താറേയില്ല. എന്നിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ന് അദ്ദേഹം മാറ്റി പറയും. എത്രയോ ഉദാഹരണങ്ങൾ സംഭവം നമ്മുടെ മുന്നിലുണ്ട്. ഇതാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. ഈ മനുഷ്യനെ എങ്ങനെ പ്രധാനമന്ത്രിയാക്കുമെന്നാണ് യുവതലമുറ ചോദിക്കുന്നത്. ഇതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ജാതി ഹിന്ദുക്കളിലെ ജാതി ഉപയോഗിച്ചുകൊണ്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പരാമർശവും ആഹ്വാനമൊക്കെ ജാതി സെൻസസ് കഴിഞ്ഞോടി തീരും. കാരണം അപ്പോഴത്തേക്ക് ഒരു തീരുമാനം ഏതൊക്കെ ജാതി എന്താണെന്നുള്ള അപ്പോഴറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.